ബാംഗ്ലൂരിൽ നിന്ന് ബട്ടൻഡേയിലേക്ക് പോകുന്നതിൻ്റെ 4ാമത്തെ ദിവസമാണിത്. ഞങ്ങൾ 3-ാമത്തെ ദിവസം രാത്രി ഈ റൂമിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. വൈകുന്നേരം വന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ഷീണമായി. രാത്രി 9:30 കഴിഞ്ഞ് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി ഞങ്ങൾ ഇതായി വന്നപ്പോഴത്തേക്ക് ഒത്തിരി സമയമായി. പിന്നെ വന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി. കുഴപ്പമില്ല, നല്ല വലിയ റൂമൊന്നുമല്ല, എന്നാലും ചെറിയൊരു റൂമായിരുന്നു. ഞങ്ങൾ 4 പേരും സുഖമായിട്ടിവിടെ കിടന്നുറങ്ങി. ഇനി രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങുകയാണ്. എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ ഒരു 3-4 മണി കഴിഞ്ഞപ്പോൾ ഹരിയാനയിൽ കയറിയായിരുന്നു. ഹരിയാനയിൽ കയറി രാത്രി 9 മണി കഴിഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ റൂമൊക്കെ കിട്ടാൻ. ഞങ്ങൾ താമസിച്ച റൂം ഇതാണ്. ഹൈവേ തന്നെയാണ്, NH90 ആണ് പോകുന്നത് ഫ്രണ്ടിൽ കൂടെ. കുഴപ്പമില്ല, അങ്ങനെ കഴിഞ്ഞു. ഇവിടെ ഫുഡും ഉണ്ട്, സ്റ്റേയും ചെയ്യാം. ഒത്തിരി ഫോറിനേഴ്സൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ 4ാമത്തെ ദിവസത്തെ യാത്രയും സ്റ്റാർട്ടായല്ലേ. ഇപ്പം സമയം എത്രയായി വിനോട്ടാ? 8:45. 9:40. അപ്പം 9 എത്ര മണിക്കൂർ ഇനി യാത്രയുണ്ട്? 4.5 മണിക്കൂർ. പക്ഷെ നമ്മൾ നിർത്തുന്നതും എല്ലാം കൂടെ ആക്കി നമ്മൾ വീണ്ടും കൊടുത്തില്ലേ. 3 മണിയാകുമ്പോൾ എത്തുമോ? എന്റെ പൊന്നു വെഞ്ചേട്ടാ, ഇന്നലെ ഞാൻ ഒത്തിരി പേടിച്ചു. എന്തെന്നറിയോ, വേറൊന്നുമല്ല, ഇവനെ ഒന്ന് രാത്രി നിർത്താൻ പറ്റുമോ, ഇവനൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന്. നമ്മളായിരുന്നു രാത്രി അങ്ങ് പോയാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. പക്ഷെ റോഡിന് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ റോഡ് അല്ലേ, ഈ റോഡ് നമുക്ക് പിന്നെ നമ്മൾ 3 മണിയൊക്കെ രാവിലെ 3 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരുന്നു അല്ലേ ഇന്നലെ. പക്ഷെ ഇവൻ ഒത്തിരി ക്ഷീണിച്ചല്ലോ കേട്ടോ. അവനെ നമുക്ക് ഇടയ്ക്ക് ഇവിടെ ഒന്ന് നിർത്തിയിടാനും പറ്റുന്നില്ല. ഇന്നത്തെ കാര്യത്തിൽ പ്രശ്നമില്ല. എന്തായാലും ഇങ്ങോട്ട് കയറിയവന് കുഴപ്പമില്ല. നമ്മള് ആദ്യം 1-2 അടുത്ത് ചോദിച്ചപ്പം പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലേ, പെറ്റലോട്ട്. പക്ഷെ ഇവര് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം കാണിച്ച റൂം വലിയ റൂമായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. എന്തിനാ ചുമ്മാ. ഇതിപ്പോ 1500 അല്ലേ, 1500. ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ അങ്ങനെയല്ലേ ചെയ്യുന്നേ. എന്നാലും ചായ എന്നുള്ള വിളി ഇനി വിളിക്കത്തില്ലല്ലോ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാതെ ഇരുന്നത് ഇത്രയും നേരം, മറന്നുപോയി. ഇറങ്ങിയതേ ഉള്ളൂ, അധികം നേരം ഇരുന്നില്ല. റോക്കി ഓക്കെ അല്ലേടാ? റോക്കി ഹാപ്പി അല്ലേ? പക്ഷെ എത്ര നേരം വണ്ടി ഇരുന്നാലും പിറ്റേന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ഉടനെ റെഡിയായി ഇറങ്ങണം. അവന് ആണോടാ? മനുഷ്യൻ അടുത്ത് കഴിഞ്ഞ പിന്നെ ആ ഒരു ഇതിലോട്ട് മാറാൻ മടിക്കും. പക്ഷെ ഇവൻ നേരെ തിരിച്ചാണല്ലോ. ശാലുമോൾ ഇന്നലെ മൊത്തം മൂളലായിരുന്നു. അവളുടെ ഒരു കാല് മൊത്തം ശരിയാക്കി വെച്ചിട്ടുണ്ട്. രാത്രി എഴുന്നേറ്റും കുറച്ച് രാത്രിയല്ല, ഒരു 12-1 മണി കഴിയും. പറയുവാണ്, മമ്മി എനിക്ക് തണുക്കുന്നു, ചൂടെടുക്കുന്നു പറഞ്ഞുകൊണ്ട് അച്ഛൻ കമ്പിളിയില് പുറത്ത് ദേഹമൊക്കെ ഇട്ടോണ്ട് കിടന്നു. 2 കമ്പിളി. പക്ഷെ തണുത്തില്ല കേട്ടോ. ഞാനും ഉറങ്ങി. ഞാനും ഇടയ്ക്ക് ഇവിടെ മൂന്ന് എഴുന്നേറ്റെങ്കിലും പിന്നീട് മീൻസ് എഴുന്നേറ്റ് 6 അലറ എടുത്തപ്പോഴത്തേക്കൊക്കെ ഞാൻ കിടക്കുമായിരുന്നു. 6 മണിക്ക്. എന്തായാലും ഇന്ന് രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മാഗി ആയിരുന്നു. നമ്മൾ മാഗി ഉണ്ടാക്കി കഴിക്കുക ചെയ്ത. എഗ് ബോയ്, അയ്യോ പറയാതിരിക്കാൻ വയ്യ. എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട സാധനം ആ എഗ് ബോയിലറാണ്. പക്ഷെ നല്ല സാധനം, എല്ലാവരും മേടിച്ചോ. കാര്യം എന്ന് വെച്ചാൽ മുട്ട പൊട്ടിയിരിക്കുന്ന മുട്ടയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ മുട്ട പൊട്ടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓഫായ ഉടനെ തന്നെ അതിനെ എടുത്ത് തണുത്ത വെള്ളത്തിലിടുക. മുട്ടയെ എടുത്ത് തണുത്ത വെള്ളത്തിലിടണം. അല്ലെങ്കിൽ അതിലിരിക്കുമ്പോൾ ചേട്ടാ നമ്മള് ചൂടല്ലേ, വീണ്ടും ചൂടല്ലേ. പക്ഷെ പിന്നെ പൊട്ടിയാലും കുഴപ്പമില്ല, മുട്ട വെന്ത മുട്ടയല്ലേ. അപ്പം പൊട്ടിയാലും നമുക്ക്
പൊളിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. പക്ഷെ മുട്ടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കുന്നത് പോലെ മുട്ടയ്ക്ക് എന്തെങ്കിലും ഒരു പൊട്ടലുണ്ടെങ്കിൽ അത് അകത്ത് പൊട്ടി വീഴും. പക്ഷെ അങ്ങനെ മുട്ട പൊട്ടി വീണ് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന ഒരു പാത്രത്തിന്റെ ഇതുണ്ടല്ലോ, ഈ വെള്ളം എല്ലാം ബോയിൽ ചെയ്ത് വെള്ളം തീരുവാ ചെയ്യുന്നേ. അപ്പം പിന്നെ ഈ മുട്ട വീഴുമ്പോൾ അതിനകത്തൊരു മണം വരും, ഈ മുട്ട കരിയുന്നതിന്റെ ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഇതിനൊക്കെ പിള്ളേർക്കൊക്കെ ഹോസ്റ്റലിലേക്കുള്ള പിള്ളേർക്കൊക്കെ നല്ലതാണെന്ന് തോന്നുന്നത്. മുട്ട മേടിച്ചേ പുഴുങ്ങി കഴിക്കാനൊക്കെ നല്ലൊരു സാധനമാണ്. മുട്ട വെക്കുന്നതിന് മുമ്പ് ആദ്യം നോക്കണം മുട്ട പൊട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കണം. വെക്കുക അത് നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ചാലും അങ്ങനെയാണല്ലോ. ശകലം എന്തെങ്കിലും എവിടെയും പൊട്ടിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തം വെള്ളത്തിലാവത്തില്ലേ? അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നല്ലതായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ യാത്രയില് റോക്കിക്ക് നമ്മൾ മുട്ടയും പുഴുങ്ങി കഴിച്ചില്ലേ രാവിലെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒത്തിരി ഉപകാരപ്പെട്ട സാധനമാണ്. നമ്മളെത്ര 24 മുട്ട മേടിച്ചോണ്ട് വന്നല്ലേ വന്ന വഴിക്ക്? തീർന്നു, ഇന്ന് രാവിലത്തോടെ തീർന്നു 4 ദിവസം കൊണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു 5-6 മുട്ട പൊട്ടിപ്പോയി. ആ വണ്ടിയിൽ ഇരുന്ന് പൊട്ടിപ്പോയി. ആ വെച്ചിരുന്ന പാത്രം ഉണ്ടല്ലോ, ഞാനങ്ങ് ടൈറ്റായിട്ട് അടച്ച് അതിന്റെ പുറത്ത് സാധനം ഇരുന്നു അങ്ങനെ. പക്ഷെ ഇനി അതിനകത്ത് മുട്ട വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. എന്നാ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. ഇങ്ങോട്ടാണ് തിരിഞ്ഞ് തുണി അങ്ങനെ ചെയ്യും. പക്ഷെ അത് ആ മുട്ട ട്രേ പോലത്തെ സാധനമായിരുന്നില്ലേ, അതിൽ പിന്നെ മുകളിൽ വെയിറ്റും കൂടെ കയറി വെള്ളവും അതും ഇതുമൊക്കെ ഇരുന്നതെല്ലാം കൂടെയൊക്കെ ആയപ്പം പറ്റിപ്പോയതാ. ഹസ്നയ്ക്ക് 1000 താങ്ക്സ് അല്ലേ? ഹസ്നയ്ക്ക് 1000 താങ്ക്സ് നമ്മുടെ മുട്ട ബോയിലർ തന്നത്. നല്ല റോഡല്ലേ? NH 350 അതോ ഏതാന്തോ അങ്ങനെ എന്തോ ആയിരുന്നു. നോക്കിയാ പോയി അവിടെ ഉണ്ടായിരുന്നു, ഇട്ടുപോയി കാണിക്കുന്നില്ല. 11 കിലോമീറ്റർ ഈ റോഡുണ്ട്. അത് കഴിയുമ്പോ വീട് തിരിയുന്നുണ്ട്. ഇനി റോഡ് തിരിയുന്നതാണോ വേറെ എങ്ങോട്ടെങ്കിലും തിരിയാനാണോ എന്തോ അറിയത്തില്ല. പിന്നെ നല്ല തണുപ്പായിരുന്നു അല്ലേ വൈകുന്നേരം? അതല്ല, രാവിലെ ഇത്തിരി പുറത്തു വന്നപ്പോഴും തണുപ്പുണ്ടായിരുന്നു. വെളിയിൽ തണുപ്പുണ്ട്. വെളിയിലെ കാലാവസ്ഥ 17 നമ്മള് ഇന്നലെ രാത്രി 16 ആയിരുന്നു. രാത്രിയിലെ പക്ഷെ നേരം വെളുത്തത് അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് എന്തായാലും ഉണ്ട്. പക്ഷെ വെയില് തണുപ്പാണെങ്കിൽ വെയില് വരുന്നുണ്ട്. നല്ല റോഡ് കൂട്ടെ കാണാനും കൊള്ളാം. റോഡ് ഇങ്ങനെ കേട്ടോ. സൈഡിലൊക്കെ കൃഷിയാണോ കാടാണല്ലേ? പക്ഷെ അങ്ങോട്ട് അകത്തോട്ട് കൃഷി കാണും. ഇല്ല, കൃഷിയില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോഴാണ് കൃഷിയുടെയൊക്കെ സ്ഥലങ്ങളൊന്നും തോന്നുന്നു. കൃഷിയൊന്നുമില്ല. ഉണ്ടല്ലേ അങ്ങോട്ടൊക്കെ ഉള്ളിലോട്ട്? സൈഡിൽ മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ. ചണ്ഡീഗഡോ? ചണ്ഡീഗഡിൽ എന്താ ഉള്ളത്? നമ്മൾ ചണ്ഡീഗഡ് പോകണം. ചണ്ഡീഗഡിൽ ആൾക്കാരൊക്കെ ചണ്ഡീഗഡിൽ നിന്ന് വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, അവിടെ ചണ്ഡീഗഡ് എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും തൊട്ടിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ചണ്ഡീഗഡ് പോയിട്ടാ പോകുന്നതെന്ന് കേട്ടായിരിക്കും ഈ ചണ്ഡീഗഡ് എന്നുള്ള സ്ഥലം എനിക്ക് ഓർമ്മ ഒത്തിരി കേട്ടത്. ക്യാപിറ്റൽ ആണോ? അല്ല, നോക്കണം. ഇവിടെ കുറെ ഛത്തീസ്ഗഡ് അത് പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയി. ചണ്ഡീഗഡ് ആയി പോയതാ ചേട്ടാ. ഇവിടെ ഒത്തിരി ആൾ താമസമുള്ള സ്ഥലം കേട്ടോ. നമ്മുടെ പക്ഷേ ആൾക്കാർ താമസമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഒരു 6-7 മണിയായിട്ട് ഞാൻ വിചാരിച്ചേട്ടാ നമ്മുടെ മറ്റേ
ഉണ്ടായിരുന്നു, ഹൈവേ വന്നല്ലോ. ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ഫുള്ള് ഹൈവേ ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. കൃഷിയെല്ലാം വിളവെടുത്ത് കേട്ടോ, നെല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ വിളവെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡ് കാണുമ്പോ തന്നെ നമ്മുടെ ഇത് തന്നെ കാണാൻ പറ്റുന്നില്ല. നമ്മൾ പക്ഷെ നാട്ടിലോട്ട് പോകുന്ന യാത്ര ഉണ്ടല്ലോ ചേട്ടാ, ഒരു ദിവസം പോകുമ്പം തന്നെ പിറ്റേ ദിവസം നല്ല ക്ഷീണമായിരിക്കുവേ. പക്ഷെ ഇതിപ്പം 4-ാമത്തെ ദിവസമല്ലേ. നാട്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അവിടെ വീട് എല്ലാം റെഡിയാണ്, നമുക്ക് പോയി കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ട്. മൈൻഡ് അവിടെ സെറ്റ് ആവുകയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. നമുക്കറിയാം, നമുക്ക് ഇനി പോയി കഴിഞ്ഞിട്ട് വേണം ഇനി വീടെല്ലാം സെറ്റ് ചെയ്യാൻ. അത് പോയിട്ട് നമുക്കറിയാം 4 ദിവസത്തെ യാത്ര ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് നമ്മുടെ മൈൻഡിൽ അത്ര ക്ഷീണം നമുക്ക് തോന്നിക്കുന്നത്. ശരീരത്തിന് ക്ഷീണം ഉണ്ടാവും, പക്ഷെ മൈൻഡ് അതിനെല്ലാം ഇത് ചെയ്ത് കളയുന്നത്, ഉറപ്പിച്ച് കളയുകയാണ്. ഞാൻ ശരിക്കും കരുതി എന്താണ്, ശരിക്കും എന്റെ മനസ്സിൽ ഒരു ദിവസം കഴിയുമ്പോൾ എന്താ നമ്മൾ ഇത്രയും ക്ഷീണമാവും, പിന്നെ ഇനി എങ്ങനെ 2-ാമത്തെ ദിവസം പോകും, ഒരു യാത്ര നടക്കുവോ. പക്ഷെ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഫ്രഷ് കിട്ടുന്നുണ്ട്, ഉറക്കവും ശരിയാവുന്നുണ്ട്. പക്ഷെ യാത്രയും എനിക്ക് തോന്നുന്നു അത്രയും ബുദ്ധിമുട്ട്. പിന്നെ ഉള്ളില് ചെറിയൊരു ഇത്, നമുക്ക് രാത്രി സ്റ്റേ ചെയ്യാൻ എവിടെയെങ്കിലും ഇവനുള്ളത് കൊണ്ട് നീ കിട്ടുമോ എന്നുള്ള ഒരു ഇതല്ലേ ഉള്ളൂ, അല്ലാണ്ടൊരു കഴിഞ്ഞാന്ന് വൈകുന്നേരത്തോട്ട് തുടങ്ങിയതാണ്. കഴിഞ്ഞാന്ന് നമ്മളൊരു 4 മണി കഴിഞ്ഞപ്പോഴെന്തോലെ നമ്മൾ ആ ഒരു വല്ലാത്തൊരു റോഡ് കയറിയത്. അത് ശരിക്കും പേടിക്കുന്ന റോഡ്. പക്ഷെ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റോഡാണ്. കുറച്ചു ദൂരം ഒന്ന് നിർത്തി ഒരു വെള്ളം കുടിക്കാനോ, ചില സ്ഥലത്തൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ, നമുക്ക് വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ടെന്ന് പറയുന്നില്ലേ. 2 നമ്മൾ ഇറങ്ങിയല്ലേ, 2 ഇറങ്ങി. പക്ഷെ 2 ഇറങ്ങിയിട്ട് 3-ാമത്തെ ഇറങ്ങണ്ടെന്ന് കേൾക്കുന്നിടത്ത് അവിടെ ഓക്കെയാണ്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് അറിയാം കേട്ടാ, രാത്രിയിൽ ഈ ഓക്കെ ആയിടത്തെല്ലാം ലൈറ്റിങ് ചെയ്തിട്ടുണ്ട്. മറ്റേത് സാധാരണ ലൈറ്റേ ഉള്ളൂ, ഇത് എന്തെന്ന് പറഞ്ഞാൽ തോരണം പോലത്തെ ലൈറ്റുകളുണ്ടല്ലോ, അത് ഫുള്ള് ചുറ്റിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിയില്ല, വേറെന്തോ ഇതാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതുമില്ല. അങ്ങനെ നമ്മള് 4-ാമത്തെ ദിവസം 10:30 സമയം 10:40 പഞ്ചാബി കയറി. പക്ഷെ അതിന് മുമ്പേ പഞ്ചാബി കയറിയല്ലേ. പക്ഷെ സ്ഥലം വായിക്കാൻ നോക്കിയപ്പോഴാണ് ഇപ്പൊ മറ്റേ എക്സ്പ്രസ് ഹൈവേന്ന് ഇറങ്ങി ഇപ്പൊ ഒരു വില്ലേജിൽ കൂടെ എന്തോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വീണ്ടും ഹൈവേയിൽ കയറാൻ പോകുന്നു. അതാ ഹൈവേയിൽ കയറാൻ പോവാ അടുത്ത്. ജസ്റ്റ് 40-50 മീറ്റർ ഹൈവേ കയറിയെന്ന് വെച്ചാല് അത് തിരക്കുള്ളൊരു ഇതാണ് ഈ ഇടയ്ക്കൊക്കെ. അപ്പൊ അതൊക്കെ നോക്കണേ. കൊച്ചു കൊച്ചു വണ്ടികളെല്ലാം വന്ന് കയറുന്നുണ്ട്. ഇവനും വന്ന് കയറി. സൈഡിൽ കിടക്കുന്ന വണ്ടി വരുന്ന വണ്ടിയെ നോക്കുന്നില്ല, അതിന് മുമ്പ് അങ്ങ് കയറുവാണ് ചെയ്യുന്നത്. റോഡില് ഇഷ്ടംപോലെ കോള് വരുന്നത് ട്രാക്ടറൊക്കെ കാണാം. പുള്ളി തന്നെയാണേ. ഒരു കല്യാണ വണ്ടിയും കല്യാണ ചെറുക്കനും പോകുന്ന കേട്ടാ ആ വണ്ടിയില്. പക്ഷേ വണ്ടി അണിയിച്ചൊരുക്കിയതല്ല, അതിനകത്തിരിക്കുന്ന ചെറുക്കനെ കാണണം. നല്ല അടിപൊളിയായിട്ട് തൊപ്പിയൊക്കെ വെച്ച്. പഞ്ചാബ് 870400 വണ്ടി നമ്പർ. ഇവിടെ കുറെ ദൂരം ഉണ്ടല്ലോ ട്രാഫിക്. അവിടെ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് റെഡ് ആണെന്ന്. നമുക്ക് വരേണ്ട മാർക്കറ്റിൽ ഇവിടെ വല്ലതും ആണോ? 132 കിലോമീറ്റർ ബാക്കിലോ. അവിടെ ഇത് അടുക്കി വെച്ചിരിക്കണം, നല്ല രസമുണ്ട്. എന്താ പറയുന്നേ, ബംഗാളത്തിന്റെ കലങ്ങളെ അവിടെ കണ്ടത്. ആ സൈഡിൽ നോക്കി. പഴയതാണെന്ന് തോന്നുന്നു. കുറെ ദൂരം ഉണ്ടല്ലേ. പാത്രക്കടകള് ഇതൊക്കെ ഉള്ളു. പാത്രക്കടകള് എന്താ പറയണേ, ഇതെല്ലാം തുറന്നില്ലല്ലേ. തണുപ്പായോണ്ടായിരിക്കും താമസിക്കുന്നത്. ട്രാക്ടർ കയറി പോകുന്നത്. ഇവിടെ എവിടുത്തെ കൂടെയും പോവാല്ലോ.
നമ്മുടെ കേരളത്തിലാണെങ്കിൽ അത് ക്യാമറ കണ്ണും തുറന്നിരിക്കും ഇതിനെ കോപ്പി എടുക്കാൻ വേണ്ടി. പക്ഷെ ആ വണ്ടിക്ക് നമ്പരും ഇല്ല കേട്ടോ. ആണോ? ആ പിന്നെ ഒപ്പം എടുക്കും. ചെറുക്കനെ ഒന്ന് കാണണമായിരുന്നല്ല, കാണാൻ പറ്റിയില്ല. ചെറുക്കനെ കാണാനൊന്നും പറ്റില്ല. ശരി, ഈ ലോറി മുമ്പോട്ട് ഇത് ട്രക്ക് മുമ്പോട്ട് പോയാ എനിക്ക് അപ്പുറത്തെ റൂട്ടായിരിക്കും ആദ്യം കാലിയാവുന്നത്. കാരണം ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കുന്നുണ്ട് ചില വണ്ടികളെ. ആണോ? നമുക്കും കുറെ കഴിഞ്ഞിട്ട് തിരിയേണ്ടതാ. വീണ്ടും അതെ ഹൈവേ കയറുന്നല്ലേ. കാളകളെ നോക്കൂക്കളെ. ഓ എന്നെ നല്ല തടിച്ചു കൊഴിച്ചിരിക്കുന്നു റോഡില്. അത് കണ്ടൂടെ ഓരോന്ന് കിടക്കുന്നത്. ചേട്ടാ, ഇന്നിവിടെ ഒരു സംഭവം ഉണ്ടായി. രാവിലെ ഒരു സംഭവം ഉണ്ടായേ. ഞാനും ശാലും ശതലിന്റെ ഗുളി എടുത്ത് കഴിക്കുന്നത്. ഞാൻ കഴിച്ചില്ല. ഞാൻ ശാലിന് ആദ്യം എടുത്ത് കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഇവൻ ഓടി വരുവാ ഗുളിയേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞ് പിന്നെ മക്കള് പപ്പ വരട്ടെ, പപ്പ തരുമോന്ന്. അപ്പൊ പിന്നെ വണ്ടി കയറിയിട്ട് വെള്ളം ഇല്ലായിരുന്നല്ലോ. വെള്ളം വണ്ടി കൊണ്ടുവന്ന് വെച്ചോണ്ട് വെള്ളം ഞാനും ശാലും കഴിച്ചു. ശാലു ഇവനുണ്ടല്ലോ വയ്യാണ്ടായപ്പോ നമ്മള് മരുന്ന് കൊടുത്തു. മരുന്ന് കൊടുക്കുമ്പോ എന്ത് ചെയ്യുന്നറിയാവോ? അതെങ്ങനെയാ ഈ കാണിക്കുന്നത്? അത് വലിയൊരു അഭിനയമാണല്ലോ. അത് വാക്കകത്ത് എവിടെ ഒളിപ്പിച്ചു വെക്കുക. ഒളിപ്പിച്ച് വെച്ചിട്ട് വീങ്ങുന്ന പോലെയൊക്കെ കാണിച്ച് നാക്കൊണ്ടൊക്കെ ഇങ്ങനെ നുണയ്ക്കും കേട്ടോ. ഇങ്ങനെ ആക്കും. ആക്കിയതിന് ശേഷം എന്ത് ചെയ്യും? കുറെ കഴിയുമ്പോൾ നമ്മുടെ കേങ്ങ് മാറുമല്ലോ. നമ്മുടെ കരുതുന്നത് അത് കഴിച്ചു വന്ന്. പിന്നെ എന്താണ് അവൻ ചെയ്യുന്നറിയോ? പിന്നെ നാക്ക് നീട്ടിയൊരു തുപ്പലുണ്ട്. തുപ്പുന്നതാ കാര്യം നമ്മൾ അറിയാൻ പറ്റത്തില്ല. അത് എങ്ങനെയോ വായിന്ന് നമ്മൾ തൂത്തു വാരുമ്പോഴായിരിക്കും അത് എവിടെയെങ്കിലും മുരുന്ന് കിടക്കുന്നത്. അതാണ് നമ്മുടെ റോക്കി ബായ് സിംഗ്. റോക്കിക്ക് എല്ലാ വേലത്തരങ്ങളും അറിയാം. ഇനി റോക്കി സിംഗ് ആയി കേട്ടോ. റോക്കി ബായ് ആരാ വിളിച്ചു തുടങ്ങിയേ? റോക്കി ബായ് എന്ന് എല്ലാരും വിളിക്കുന്നത്. മറ്റേ കീർത്തന ഇല്ലേ, അവ ആദ്യം റോക്കി ബായ് ആണോ? ഞാൻ എവിടുന്നാ ഈ റോക്കി ബായ് എന്ന് അവളോടെ വരുമ്പോ അങ്ങനെയല്ലേ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ എല്ലാരും മിക്കവരും വിളിക്കുന്നത് റോക്കി ബായ് എന്നല്ലേ? റോക്കി നല്ലല്ലോ വിളിക്കുന്നേ. റോക്കി ബായ്. ഇന്ന ദിവസം വണ്ടി എനിക്ക് തന്നില്ലല്ലോ കേട്ടാ. ഇന്നലെ തൊട്ട് പപ്പ വണ്ടി ആർക്കും കൊടുക്കാതെ ഇച്ചിരി നേരം നിനക്ക് തന്നതേ ഉള്ളല്ലേ. തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എത്തുന്നതല്ല, എന്തെങ്കിലും ചെറിയൊരു അബദ്ധം മതി. ചേട്ടാ, ഇത് എല്ലാവർക്കും വരാം. ഞങ്ങൾ ഇപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ ഇതിങ്ങനെ വെച്ചൊരു ഓരോന്നിങ്ങനെ സൈഡിലോട്ട് പോകുമ്പോ ഉണ്ടല്ലോ എവിടെയോ വെച്ചൊരു ഇതുണ്ടായി. ഞാൻ വിചാരിച്ചു ദൈവമേ പണി കിട്ടിയോന്ന്. ഇപ്പുറ സൈഡിലിരിക്കുമ്പോ ഈ സൈഡ് കാണുമ്പോഴേ നമുക്ക് തോന്നും ഇങ്ങനെ അടുപ്പിക്കുന്നത് പോലെ തോന്നും. അങ്ങനെ നമ്മൾ പഞ്ചാബില് ബട്ടിന്റെ എത്താറായി. ഇനി 40 കിലോമീറ്റർ കൂടെ ഉണ്ട് ബട്ടിന്റെ എത്താൻ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാൻ പോവാണ്. ആലു പൊറോട്ടയും ഹൈദരാബാദി ബിരിയാണിയും പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ചെയ്ത് ഹൈദരാബാദി വെജിറ്റേറിയൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത്. ശാലുവിന് ആലു പൊറോട്ട, പിന്നെ ടേസ്റ്റ് നോക്കും. അത് കഴിഞ്ഞ് നമുക്ക് ചോറ് ഹൈദരാബാദി ബിരിയാണിയും നോക്കാം. റോക്കി ഓക്കെയാണ്. റോക്കി ദാ ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ. ഞങ്ങൾ പുറത്താണ് ഇരുന്നത്. കാരണം അകത്തിരുന്ന് കഴിഞ്ഞാൽ അവനെ കയറേണ്ടത്. അപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന് 3 പേർക്ക് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചു. കുഴപ്പമില്ല, നല്ല ഇതാ. ആലു പൊറോട്ട. ഇന്ന് നമ്മൾക്ക് ആലു പൊറോട്ടയും ബിരിയാണിയും. ഇതെന്തോ ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡർ ചെയ്തേട്ടാ? ഹൈദരാബാദി ബിരിയാണി ശാലു. പിന്നെ ഇത് മക്കൻ അല്ലേ? മക്കനും ഇട്ട് അച്ചാറും. ഇതാ മാങ്ങ മിക്സഡ് അച്ചാർ വെക്കട്ടെ. ലസ്സി. ഇനി ഇവിടുത്തെ ഫുഡൊക്കെ ഇതാണ്. ഇത്രയും നാള് ഇലയിട്ട ചോറും മീനും ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് ആലു പൊറോട്ടയും ഉണ്ട്. ഈച്ച അത് പുറത്തിരുന്നത് കൊണ്ടാ. നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ആലു പൊറോട്ട എന്നല്ല, ആലു പറാട്ട എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ ചോറത്ര നല്ലതല്ലായിരുന്നു. അതായത് പനീർ നമ്മളെന്തോ പറയണേ, പനീർ റൈസ് ഉണ്ടാക്കുന്ന പോലെ. ബിരിയാണി അല്ല, ഒരു
എന്തോ പറയാനൊരു നമ്മള് ഒത്തിരി മസാലയൊക്കെ ഇട്ട് കിച്ചടി പോലെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പോലെ മസാല വെജിറ്റബിൾസ് ഒക്കെ കൂടെ ഇട്ട് അതേ ടേസ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ. ചാലുവിന് ഇത് വേണ്ടേ? റോക്കി ഹാപ്പി ആയിരുന്നു, കുറച്ചു നേരം റോക്കി അവിടെ കിടന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ തണുപ്പത്തെ ഇതെല്ലാം ഇട്ട് എല്ലാവരും തൊപ്പിയൊക്കെ വെച്ച് നല്ല സ്റ്റൈലിലാണ് പോകുന്നത്. പൊടിഞ്ഞു മൂടിയൊക്കെ. ഇതിനകത്ത് തണുപ്പില്ല, വെളിയിൽ ഇറങ്ങിയപ്പോഴേ തണുപ്പ്. നമ്മൾ ഇടയ്ക്കൊന്ന് ഇറങ്ങിയായിരുന്നു, അപ്പോഴേ തണുപ്പ് തോന്നി. അപ്പൊ നമ്മൾ നോക്കിയപ്പോഴാണ് നമ്മൾ എത്താറായത്. അപ്പം ക്യാൻ്റെ ഏരിയ നമ്മൾ ഇനി വീഡിയോ എടുക്കേണ്ട ഇവിടെ വെച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാന്ന് കരുതി. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചെടുത്ത് വെച്ച് ഇത്രയും തണുപ്പില്ലായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോ വെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോ വെയിൽ കുറഞ്ഞു. തണുപ്പായി. അപ്പം നമ്മളെ 4 ദിവസം സപ്പോർട്ട് ചെയ്തത്, നമ്മുടെ 4 ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അല്ലേ ഒത്തിരി താങ്ക്സ്. പിന്നെ ഞങ്ങക്ക് 3 ദിവസത്തെ താമസ സ്ഥലം നന്നായിരുന്നു. ദൈവത്തിന്റെ ഇതുകൊണ്ട് എല്ലാം ഇവനെയും കൊണ്ട് നിൽക്കാനും എടുക്കാനും എല്ലാം പറ്റി. നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല അല്ലേ? നമ്മുടെ യാത്രയെന്നൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നിർത്തിയെടുത്ത എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നില്ലേ? ഹസനയുടെ എഗ് ബോയിലർ ഉണ്ടായിരുന്നുണ്ട്, അവൻ എല്ലായിടത്തും വെച്ച് മുട്ട പുഴുങ്ങി അവന് ഫുഡ് കൊടുക്കാൻ പറ്റി. എന്തായാലും നമ്മൾ കറക്റ്റ് ബട്ടിണ്ട മെയിൻ സ്ഥലത്ത് എത്തിയല്ലേ. പിന്നെ 1-2 പേര് തന്ന ഗിഫ്റ്റുകൾ ഇനി ഓപ്പൺ ചെയ്യാനുണ്ട്. ഒന്ന് അമൃത തന്നത്, പിന്നെ ഹരീഷ് തന്നത്, ഇതൊക്കെ ഉണ്ട് ഇനി. അപ്പൊ നമുക്ക് ഇതെല്ലാം ഇനി ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് അല്ലേ കയറ്റാം. ഓരോ വീഡിയോക്ക് ഇടയ്ക്ക് കയറ്റാം. അല്ലാതെ ഇത് ഇനി അവിടെ പോയിട്ട് നെറ്റ്വർക്കിന്റെ ഒക്കെ ഇഷ്യൂ നോക്കണമല്ലോ. നെറ്റ്വർക്ക്, വൈഫൈ ഇതെല്ലാം കിട്ടിയതിന് ശേഷമല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, BSNL ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ അതിനൊക്കെ എടുക്കണമെങ്കിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം. പക്ഷെ ഇവിടെയൊക്കെ പോലീസുകാരൊക്കെ പട്ടാളത്തുകാരൊക്കെ തോക്കൊക്കെ വെച്ചോണ്ട് നിൽക്കുന്നു. നമുക്ക് ഇനിയിപ്പം മൊബൈലൊക്കെ എടുക്കണം, അങ്ങ് നിർത്താം. അപ്പം എൻ്റെ വീഡിയോ ഇത്രയും 3-4 ദിവസത്തെ വീഡിയോ കണ്ടതിനും സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. BB വാലി ചോക്കെത്തി. ചെറിയ ചെറിയ മാർക്കറ്റുകളും ചെറിയ ചെറിയ കടകളാണ് കേട്ടോ ഇവിടെയൊക്കെ. കൊച്ചു കൊച്ചിത് വെക്കാൻ നിൽക്കുന്നു. നമുക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് മേടിച്ചാലോ വിനോട്ടാ? വണ്ടി അങ്ങോട്ട് നിർത്തി. അപ്പം ഇനി ഞങ്ങളുടെ അടുത്ത ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.